ദളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ. ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എന്റർടൈനറായി പുറത്തിറങ്ങുന്ന സിനിമ ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഇടം നേടിയിട്ടുമുണ്ട്. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിച്ച അവസാന ചിത്രം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്കുള്ളത്. ഇപ്പോഴത്തെ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നടി രേവതിയും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വിജയുടെ അമ്മ വേഷത്തിലാണ് രേവതി ജനനായകനിൽ എത്തുന്നതെന്നാണ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകരോ നടിയോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ 35 വർഷത്തിനു ശേഷമാണ് രേവതി ഒരു വിജയ് ചിത്രത്തിലെത്തുക. 1990 പുറത്തിറങ്ങിയ തമിഴൻ എന്ന ചിത്രത്തിൽ വിജയുടെ സഹോദരിയായി എത്തിയത് രേവതിയായിരുന്നു. അന്ന് നായികയായി എത്തിയത് പ്രിയങ്ക ചോപ്രയായിരുന്നു. അതേസമയം സമീപകാലത്തായി തമിഴ് സിനിമയിൽ മലയാളി താരങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. തമിഴിലെ സൂപ്പർ താരങ്ങളുടെ മറ്റും സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ തന്നെ മലയാളി താരങ്ങളും എത്തുന്നുണ്ട്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകനിൽ പൂജ ഹെഗ്ഡെയാണ് നായികയായെത്തുന്നത്. മലയാളി താരമായ മമിത ബൈജുവും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പ്രിയാമണി, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിനിമയുടെ OTT സ്ട്രീമിംഗ് റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 121 കോടിക്കാണ് ചിത്രം ആമസോൺ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ സ്ട്രീമിംഗ് തുകയാണ് ഇത്. വിജയുടെ ജന്മദിനമായ ജൂൺ 22-ന് ജനനായകന്റെ ടീസറോ ആദ്യ ഗാനമോ പുറത്തുവിടുമെന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നടന്റെ പിറന്നാൾ ദിനത്തിൽ വരാനിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റ് പുറത്തുവിടുന്നത് പതിവാണ്. ഇത്തവണയും ഇത് തുടരുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.